ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് ഓടി വന്ന് ഒന്നും എടുക്കാനില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ, ചായയോ ഒരു കടിയോ അതിൻ്റെ കൂടെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അത് നമുക്ക് വേണ്ടത് കുറച്ച് അരി, ഏതരി ആയിക്കോട്ടെ, മട്ട ആയിക്കോട്ടെ, വെള്ള ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഏതരി, ബസ്മതി അങ്ങനത്തെ അരി വേണ്ട, സാധാ നമ്മൾ പാർബോയിൽ റൈസ് ഉണ്ടല്ലോ ആ റൈസ് അതെടുത്തിട്ട് 2-3 വട്ടം കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇങ്ങനെ ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. നനവൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവേ. ഇതൊന്ന് ക്രിസ്പി ആയി വരുന്ന രീതിയിൽ, ഒരു മലര് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കി ക്രിസ്പി ആവുന്ന രീതിയിൽ നമ്മളതിന് എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പരുവത്തിലെത്തി പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കണം, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരണം. കരിഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മളത് ഓഫ് ആക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മുഴുക്കിന് മാറും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തമിഴ് പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ജാറിലേക്ക്, മറ്റേ മിക്സിയുടെ ജാറിലേക്ക്, നമ്മളതിൻ്റെ ജാറിലേക്ക് എടുത്തിട്ട് നമ്മൾ ഫൈനായിട്ട് നമ്മളത് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 ഏലക്ക ഇടാം, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്, ഇത് മതി. നമുക്കിനി അതേ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി എടുക്കാം കേട്ടോ. അത് അതേ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അരയണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ മിക്സായി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിനെ അരിപ്പൊടിയായിട്ട് നമുക്ക് ചേർക്കാം. ക്രഷ് ചെയ്ത് വെച്ച ജാഗിരിയും തേങ്ങയും കൂടി ഇതിലേക്കിട്ട് അരിപ്പൊടിയിലേക്കിട്ട് ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഉരുള പരുവത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെയ്യും കൂടെ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഉരുള പരുവത്തിൽ, നല്ലൊരു പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ. ശേഷം ഇങ്ങനെ സൈഡിൽ വെക്കുക, അതുപോലായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങളുടെ സ്നാക്ക് റെഡി.